വിലപ്പെട്ട അറിവുകളാണ്. അത് അള്ളാഹു താല നമ്മുടെ പകർന്നു നൽകുന്ന സാറിന് അനുഗ്രഹം നൽകുമാറാകട്ടെ. സാറേ, നമുക്ക് ഈ 10 വയസ്സിൽ ഒരു കുട്ടിയിൽ വരുന്ന മാറ്റങ്ങളും ആ പെരുമാറ്റ വ്യത്യാസങ്ങളും അതേപോലെ അവരുടെ സ്വകാര്യത, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ സാറ് അതൊന്ന് ഞങ്ങൾക്ക് പകർന്നു തന്നാൽ ഉപകാരമാണ്. 10 വയസ്സിലാണ് കൗമാര ലക്ഷണങ്ങൾ വരുന്നത്. കുട്ടി എന്ന ഗണത്തിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്ക് കൗമാരത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം, മുതിർന്നവരെ അംഗീകരിക്കാൻ തുടങ്ങുന്നു. പണ്ട് കൊച്ചുകുട്ടി എന്നാലും മുതിർന്നവരാകാൻ പോകുന്നു, അവരെ അംഗീകരിക്കുന്നു. ഒരു കുടുംബ ബോധം കുട്ടിയിലുണ്ടാകുന്നു. പിന്നീട് അതോടൊപ്പം ഒരു സ്വയ അവബോധം ഉണ്ടാകും. നേരത്തെ സ്വയ അവബോധം എന്ന് പറഞ്ഞാൽ കുട്ടി വാപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ ചേർന്നാക്കുന്നു. പക്ഷേ ഇപ്പോഴും അങ്ങനെയല്ല, കുട്ടിക്കൊരു സ്വയ അവബോധം ഉണ്ടാകുന്നു. ശാരീരികമായ വളർച്ച ഏകദേശം 6 സെൻറ്റിമീറ്റർ ഉയരം വെക്കുന്നു. ഈ 10 വയസ്സാകുമ്പോഴത്തേക്ക് ആ വളർച്ച 6 സെൻറ്റിമീറ്റർ ഉയരം വെക്കുന്നു. അതുപോലെ തന്നെ 3 കിലോ ഭാരവും കൂടി 9 വയസ്സ് കഴിഞ്ഞ് 10 വയസ്സിലേക്ക് എത്തുമ്പോഴുള്ള വ്യത്യാസമാണ്. 6 സെൻറ്റിമീറ്റർ ഉയരം വളരെ ഉണ്ടാകുന്നത്. അതെ, പെൺകുട്ടികളാണ് കൂടുതൽ വളർച്ച ഉണ്ടാകുന്നത്. അവിടെ കൈകളിലും കാലിലും ഒക്കെ നീളം വെക്കുന്ന ഒരു സംഗതിയാണ്. അതെ, ആൺകുട്ടികൾ ഈ സംഗതി കാണുമ്പോൾ അവൻ ഈ നീളം വെക്കത്തില്ല. അവനൊരു അപകർഷാബോധമുണ്ട്. ആൺകുട്ടിയും തമ്മിൽ ഒരേ പ്രായമായെങ്കിലും കൂടുതൽ വളർച്ച പെൺകുട്ടികൾക്ക്. അപ്പോൾ ഈ പ്രായത്തിൽ ഈ 10 വയസ്സിൽ ഇനി ഇതുപോലെ തന്നെ പെൺകുട്ടികൾ പലതും ഋതുമതികളാകുന്നു. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ട ഇത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഇവർക്ക് ഉറക്കം ഈ സമയത്ത് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണഗതി പുരുഷന്മാരായിട്ടുള്ള ആളുകളോട് പറയുന്നത് 6 മണിക്കൂർ തുടർച്ചയായിട്ട് ഉറക്കാൻ മതി. പക്ഷേ ഇവർക്ക് 9 മണിക്കൂർ 10 മണിക്കൂർ ഉറങ്ങണം. 10 മണിക്ക് 9 മണിക്കോ 10 മണിക്കോ ഉറങ്ങിയിട്ട് രാവിലെ 6 മണിക്ക് വലിയൊരു അറിവുകളാണ്. വയസ്സുള്ള കുട്ടി പെൺകുട്ടിയെ കൂടുതൽ ഉറങ്ങണം, അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ കുളി, അതുപോലെ തന്നെ ഉറക്കം, അതുപോലെ വസ്ത്രധാരണം ഒക്കെ ഒരു ചിട്ടയായി കൊണ്ടുവരേണ്ടത് ഈ പ്രായത്തിലാണ്. പിന്നീട് സ്വകാര്യത, അവർ ഈ വസ്ത്രത്തിൻ്റെ സ്റ്റൈല് ഇതൊക്കെ തന്നെ ഇവർ ശ്രദ്ധിക്കുക. കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടോയെന്നും അവരോട് അടുപ്പമൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഈ പ്രായത്തിലാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഒരു രക്ഷകർത്താക്കളുടെ ഒരു കണ്ണുണ്ടാകണം. അവരെ ഇത് ക്രിട്ടിസൈസ് ചെയ്യാനല്ല, അവരെ ഒപ്പം ചേർത്ത് നിന്ന് അവർക്ക് വേണ്ട അറിവുകൾ നൽകുക തന്നെ വേണം. അതെ, കൂട്ടുകാരെ പോലെ അതിലുപരിയായിട്ട്. പിന്നെ ഇനി വേറെ ഒരു കാര്യം കൂടെ എടുത്തു പറയാൻ, ഈ പ്രായത്തിൽ കുട്ടികൾ സ്വയം ചോദിച്ചു, എന്തുവാ പറയുന്നത്, എനിക്കറിയാം, ഉമ്മ എന്തുവാ കൂടുതൽ പറയുന്നത് എന്ന് പറഞ്ഞ് സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ ഒറ്റയ്ക്ക് ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അവൻ കൗമാരത്തിലേക്ക് കയറി കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അവരോട് ഇടപെടുക. അതെ, അതേപോലെ ആ ഒരു നമ്മളെ ധിക്കരിച്ചു എന്നുള്ള ആ സ്വഭാവത്തിൽ മാറി ആ കുട്ടികളുമായിട്ട് ഇഴുകിച്ചേരാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കുക. ഇതാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ അൽഹംദുലില്ലാ, നമുക്ക് 10 വയസ്സ് വരെ ഒരാൺകുട്ടികളും പെൺകുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യമാണ് ഇന്ന് ഈ 10 വയസ്സിൽ ഊന്നി പറഞ്ഞത്. പ്രത്യേകിച്ച് പ്രായപൂർത്തിയാവുന്നതും അതിൽ വരുന്നതായ ആ ശാരീരിക മാറ്റങ്ങളും മാനസിക മാറ്റങ്ങളും നമ്മൾ ഒരുപാട് അറിഞ്ഞിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, വളരെ ഉപകാരമുണ്ട് സാറിൻ്റെ ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്നത്. പടച്ചവൻ എല്ലാവിധമായ ഖൈർ നൽകട്ടെ.